സോ ഹലോ ഗൈസ്, ഇത് നമ്മളെ ന്യൂ ഇയർ ട്രിപ്പാണ്. നമ്മളൊരു 20 മെമ്പേഴ്സ് വയനാടേക്കുള്ളൊരു ട്രിപ്പാണിത്. ഒരു റിസോർട്ട് സ്റ്റേ പ്ലസ് വയനാട്ടിലെ 2-3 സ്ഥലങ്ങൾ കാണുന്ന രീതിയിൽ ഒരു 2 days ട്രിപ്പ്. ഏറ്റവും പോസിറ്റീവ് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിയായിട്ട് ഒപ്പരം പോകുന്ന ട്രിപ്പാണിത്. കാരണം നമ്മളൊരു 5 ഫാമിലീസ് പിന്നെ കുറച്ച് നമ്മൾ ബാച്ചിലേഴ്സ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓൾ ടുഗദർ ഒരു ട്രിപ്പാണ്. നമ്മൾ ഫാമിലിയൊക്കെ അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പോകുമ്പം തന്നെ. പിന്നെ കിഡ്സ് അവരൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷനും കൂടിയുണ്ട്. നമ്മൾ ബുക്ക് ചെയ്തത് മാനന്തവാടിക്കടുത്തുള്ള ഒരു സാലൻ പ്ലാൻ റിസോർട്ട് എന്ന റിസോർട്ടാണ്. അവിടെ 8 കൂപ്പ എന്നുള്ളത് 8 റൂംസ്. സോ നമ്മൾ എൻ്റെ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത് 50,000 വന്നത് വിത്ത് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തരും, ബാർബിക്യൂ ഡിന്നറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ രീതിയിലാണ്. പോയി നോക്കുമ്പോൾ ആ ബഡ്ജറ്റിനുള്ളിൽ ഉണ്ട്. കാരണം ന്യൂ ഇയർ ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ അവരെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. റിസോർട്ട് നല്ല സൂപ്പറായിരുന്നു, ഫുഡൊക്കെ സെറ്റ് ഫുഡ്. പിന്നെ റൂംസൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമ്മൾ ഒരു 3 മണിക്കാണ് അവിടെ എത്തിയത്. ഒരു ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂള് എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ്. വലിയ സൈസൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മളൊരു 20 പേർക്ക് എൻജോയ് ചെയ്യേണ്ട ലെങ്ത്തുള്ള പൂളായിരുന്നു. പിന്നെ ഒരു 4.5 feet ലെങ്ത്തും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത പൂളായിരിക്കും. പിന്നെ ഫുഡും. പിന്നെ ന്യൂ ഇയറിന് നമ്മളൊരു കേക്ക് കട്ട് ചെയ്ത് നമ്മളിവിടുന്ന് പോകുമ്പോൾ കുറച്ച് ക്രാക്കേഴ്സൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. സോ അതൊക്കെ പൊട്ടിച്ചിട്ട് ക്യാമ്പ് ഫയറിൽ കുറച്ച് 2-3 സ്റ്റെപ്പ് ഇട്ടിട്ടുള്ള നൈസ് വൈബായിരുന്നു. പിന്നെ എല്ലാ ഫാമിലീസും സെറ്റായിരുന്നു. വേറെ നമ്മളെ മക്കളെ കൊണ്ടൊന്നുള്ള വേറെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു കാണാനുണ്ട്. ആ ഒരു ഇപ്പോൾ ഞാൻ ട്രിപ്പ് പോയിട്ട് ഇപ്പോൾ 1 വീക്കായി. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് സ്റ്റിൽ അതിൻ്റെ മെമ്മറി ഇതിലാണുള്ളത്. നല്ല വൈബായിരുന്നു ട്രിപ്പ്. പിന്നെ പിറ്റേന്ന് ഒരു 12 o'clock നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നത്. ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 സ്ഥലങ്ങളാണ് കവർ ചെയ്തത്. കർലാർ ലേക്കും പിന്നെ ബാണാസുര ഡാമും. ആസ് യൂഷ്വൽ അറിയുന്നതായിരിക്കുമല്ലോ അവിടെ. കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ഫാമിലി ആയിട്ട് ഉള്ളൊരു എൻജോയ്മെൻറ്റ് അത് ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് റീൽസൊക്കെ എടുക്കാൻ